ഗൈസ് വെൽക്കം ബാക്ക് ടു ജിം ലെവലിംഗ്. അപ്പോൾ നമ്മുടെ ലെവൽ 2 ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ലെവൽ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലെവൽ 2-ൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് ആൻഡ് ഷോൾഡർ വർക്കൗട്ട്സ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വൈകാതെ നമ്മുടെ കൂടെ അടുത്ത ആൾ ജോയിൻ ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ക്യാരക്ടർ. സോ നമുക്ക് വാം അപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. വാം മീൻസ് ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഏത് വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ലീനായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അതായത് നമുക്ക് ഇഞ്ചുറീസ് കുറയാനും കാര്യങ്ങളൊക്കെ സഹായിക്കും. ഞാനവിടെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്, ഞാനിപ്പോൾ എന്താ പറയുക, ജിമ്മിൽ പിന്നെ വന്നല്ലോ. ജിമ്മിൽ ഇപ്പോൾ ലെവൽ 2 ആണല്ലോ. ജിമ്മിൽ വന്ന ദിവസം ഫസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. ഓട്ടോമാറ്റിക്കലി ഹെവി ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നോർമലി നമുക്ക് ഹെവിയാണ്. നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് നമ്മൾ തുടങ്ങുന്നത് 5 നിന്നാണ്. നേരത്തെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് 5 kg നിന്നാണ്. അതായത് ഈ കിടന്ന മുതൽ ഇത് നമുക്ക് ഹെവി ആയിക്കഴിഞ്ഞും പിന്നീട് നമ്മൾ വെയിറ്റ്സ് എടുത്ത് ലെവലപ്പ് ചെയ്താണ് നെക്സ്റ്റ് വെയിറ്റിൽ നിന്ന് വരുന്നത്. സോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 4 സെറ്റ്സ് ഉണ്ട്, ടോട്ടൽ 4 സെറ്റ്സ്. അതിലെ ഫസ്റ്റ് സെറ്റാണ് 12.5 kg വെച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 4 സെറ്റ്സ് ഉണ്ട്. അപ്പോൾ 12.5 വെച്ച് നമ്മൾ 16 റെപ്പ് അടിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് അടുത്ത കഥാപാത്രത്തിന് കാണാം. സോ ഇതാണ് പേര്. എല്ലാവർക്കും ഡൗട്ട്, നമ്മൾ ജിമ്മിച്ചെന്ന് വിളിക്കും, പക്ഷെ എല്ലാവർക്കും പേര് ഡൗട്ട് വരുന്നുള്ളതുകൊണ്ട് ആള് പുറത്തെഴുതി വെച്ചിട്ട് നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുള്ളത് പ്യുവർ ജിമ്മിലാണ്. മൈസൂരിലാണ് നമ്മളുള്ളത്. മൈസൂരിലെ പ്യുവർ ജിമ്മിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സരസ്വതിപുരത്താണ്. സരസ്വതിപുരം TK ലേഔട്ടിന്റെ അടുത്തായിട്ടാണ് പ്യുവർ ജിം ഉള്ളത്. ഓക്കെ, നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും സ്ലോ ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യണം. ഓക്കെ, സോ വി നീഡ് ടു എൻഡ്യൂർ ദാറ്റ് പെയിൻ ആൻഡ് മൂവ് ഫോർവേഡ്. സെറ്റ് കഴിഞ്ഞു. അപ്പോൾ റിലാക്സ് ഗൈസ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും നമ്മൾ 3 മിനിറ്റ് റെസ്റ്റ് എടുക്കേണ്ടതാണ്. സോ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, നമ്മുടെ മസിലിനെ റിക്കവർ ചെയ്യാൻ ടൈമും കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം. ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ വെയിറ്റ് ഇൻറ്റു 2 പ്രോട്ടീൻ ചെന്നാൽ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിൽ. ലൈക്ക് ഇപ്പോൾ ഒരു 80 കിലോ ഉള്ള പേഴ്സൺ ആണെങ്കിൽ 160 gram ഓഫ് പ്രോട്ടീൻ പെർ ഡേ അയാളുടെ ശരീരത്തിൽ ചെല്ലണം. എന്നാലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ട് നല്ല സുഖമുണ്ട്. കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വെക്കുകയാണ്. അടുത്തത് നമ്മൾ 15 kg സെറ്റ് നമ്പർ 2. ഏകദേശം ഒരു 14 reps ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഒരു 14 reps. ഓക്കെ, വെയിറ്റ്സ് എടുക്കുക. ആൻഡ് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വേറൊരാളുകളുണ്ട്. ആൾക്ക് നാളുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളിയാണ്, മെയിൻ ആയിട്ടുള്ള ആള്. ഈ ജിമ്മിന്റെ എല്ലാമായ നമുക്ക് ഇത്ര നല്ല സാഹചര്യങ്ങൾ സമ്മാനിച്ച മറ്റൊരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അയാളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദിസ് ഇസ് അശ്വിൻ. ഇതാണ് അശ്വിൻ, ഈ ജിമ്മിന്റെ ട്രെയിനർ. എല്ലാം കൂടിയാണ് നമ്മുടെ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ട്രെയിനറാണ്. ഓക്കെ, ഇതാണ് അശ്വിൻ. കഴിഞ്ഞ് ഞാൻ നോർമലി ചെയ്യുന്നത്, ഞാൻ 10 ഒന്നുകൂടെ ആദ്യം തൊട്ട് എണ്ണും. 1. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ തന്നെ ഞാനൊരു മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ,
എന്നുള്ള രീതിയിൽ. പക്ഷെ 15 കിലോ സമ്മതിക്കുന്നില്ല ഏട്ടാ. സെയിം വെയിറ്റ് ഇട്ട് 12 reps. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് 17.5 വെച്ച് ഒരു 6 മാക്സിമം എത്ര അടിക്കാൻ പറ്റുമെന്ന് നോക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 17.5. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം എത്ര അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഹാമർ കേൾസ് ആണ്. നമുക്ക് ആദ്യം നമ്മൾ 12.5 വെച്ച് നമ്മളൊരു 8 to 10 reps അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ലോ വെയിറ്റ് എടുത്തിട്ട് ഒരു 10 മാക്സിമം എത്രയാണ് അടിക്കാൻ പറ്റുന്നത് അത്ര അടിക്കാം. ടെൻ kg നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കൈ ഓൾമോസ്റ്റ് നല്ല പമ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം സെറ്റ് ഒരു 2 സെറ്റ് കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർ കേൾസ് ആണ്. സ്പൈഡർ കേൾസിന് നമുക്ക് വേണ്ട അടുത്ത ആയുധം